ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി ആകെ ഒരു മാസം മാത്രമേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അവശേഷിക്കുന്നുള്ളൂ. സോ നിങ്ങളെല്ലാവരും ഗംഭീരമായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസും ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, അതിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ഈ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും ഒട്ടേറെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സർ ഇനി അങ്ങോട്ടുള്ള ഒരു മാസം കൊണ്ട് ഇത്രയും ഭാരിച്ച സിലബസ് ഞങ്ങൾക്ക് എങ്ങനെയാണ് കവർ ചെയ്യാൻ സാധിക്കുക? ക്രിസ്മസ് എക്സാമിന് ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണ് ഞാനിപ്പോൾ. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? സ്കോർ ചെയ്യാൻ സാധിക്കുമോ? എൻ്റെ പാരൻസും കസിൻസും റിലേറ്റീവ്സും ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് ഫുൾ A+ ലഭിക്കുമെന്ന എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്നവരാണ്. സോ എനിക്ക് എന്തായാലും ഈ ഫുൾ A+ നേടിയിരിക്കണം. കാരണം അതിലാണ് എൻ്റെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറും കരിയറും എല്ലാം ഇരിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയാൽ മാത്രമേ +1 +2 ഞാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളിൽ എനിക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ എങ്ങനെ 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. സോ അതിൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന മാർക്കിലോട്ട് എന്നെത്താൻ ഒട്ടേറെ തടസ്സങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എനിക്ക് എത്ര തന്നെ പഠിച്ചാലും പല ടോപ്പിക്കുകളും മറന്നു പോകുന്നു. ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര തന്നെ പ്രാക്ടീസ് ചെയ്താലും ഫോർമുലാസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മറന്നു പോകുന്നു. ഇതേ പ്രശ്നം തന്നെയാണ് മാത്സിലും സോഷ്യലിലും കെമിസ്ട്രിയിലും ഹിന്ദിയിലും എല്ലാം പല കുട്ടികളും നേരിടുന്നത്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ്. നമ്മൾ കുറേ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്നു. പക്ഷെ അതിലൊന്നും ഉൾപ്പെടാത്ത പുതിയ ചില ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിൽ ഒന്നും കാണാത്ത പുതിയ ചില ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിനകത്ത് കാണുന്നു. ഇതെല്ലാം മക്കളുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾക്കിപ്പോൾ അനിവാര്യമായിരിക്കുന്നത് ഒരു കോൺഫിഡൻസ് കൂട്ടാനുള്ള മോട്ടിവേഷൻ സെഷൻ തന്നെയാണ്. അതുപോലെ തന്നെ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന് എന്തൊക്കെ സ്റ്റഡി ടിപ്സ് ആണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നൊരു സെഷൻ കൂടിയാണ്. സോ ഇതാണ് മക്കളെ സൈലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഫേസ് ദ എക്സാം വിത്ത് എ സ്മൈൽ എന്ന് പറയുന്ന പ്രോഗ്രാം. കേരളത്തിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി സൈലത്തിന്റെ ടീച്ചേഴ്സ് നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇനി കണ്ടക്ട് ചെയ്യാനിരിക്കുന്നത്. അടുത്ത മാസം മുതലുള്ള നമ്മുടെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം മക്കളെ. സോ അടുത്ത മാസം നമ്മൾ പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് വയനാട്, കണ്ണൂർ, മലപ്പുറം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ്. സോ ഓരോ ജില്ലകളിലും ഏതൊക്കെ തീയതികളിലാണ്, ഏതൊക്കെ സ്കൂളിൽ വെച്ചാണ് ഈ പറയുന്ന മോട്ടിവേഷൻ സെഷൻ നടക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് നോക്കിയാലോ. സോ ഇനി വരാനിരിക്കുന്ന 8ാം തീയതി അഥവാ നവംബർ 8ാം തീയതി സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റ വയനാടിൽ വെച്ചാണ് പരിപാടി നടക്കാൻ പോകുന്നത്. സിമിലർവേ കണ്ണൂരിൽ 9ാം തീയതിയാണ് സൈലത്തിന്റെ ക്യാമ്പസിൽ വെച്ച് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. മലപ്പുറത്ത് ACE പബ്ലിക് സ്കൂൾ മഞ്ചേരിയിൽ വെച്ച് 16ാം തീയതിയാണ്, നവംബർ മാസം 16ാം തീയതിയാണ് സൈലത്തിന്റെ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. സിമിലർവേ മലപ്പുറത്തുള്ള സൈലത്തിന്റെ ക്യാമ്പസിൽ 23ാം തീയതി ഈ ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. 30ാം തീയതി സൈലത്തിന്റെ ക്യാമ്പസ് ആലപ്പുഴയിൽ വെച്ച് ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുക, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും മക്കളെ. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് ഒരു QR കോഡ് കാണാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും അതൊന്ന് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുക്കുക, ഈ ഒരു സെഷനിൽ പങ്കെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് വർത്തായിരിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്തായാലും കൂടും. അടിപൊളിയായിട്ട് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടിയാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് എല്ലാവരും ഈ ഒരു സെഷനിൽ ഉണ്ടായിരിക്കും. കേരളത്തിലുള്ള എല്ലാ അനിയന്മാരെയും അനിയത്തിമാരെയും കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. സോ നിങ്ങളും തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സോ ഗൈസ്, ഗംഭീരമാക്കുക.